നമസ്കാരം. പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിന് ശേഷം പലവിധമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പിതാവും മാതാവിനോടൊപ്പം കഴിഞ്ഞിരുന്ന ഷൈനിയും കുഞ്ഞുങ്ങളും ട്രെയിനിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. പിതാവിൻ്റെയും മാതാവിൻ്റെയും ചില വെളിപ്പെടുത്തലുകൾ നമ്മളിൽ വീണ്ടും ഞെട്ടലുളവാക്കുന്നതാണ്. ഷൈനിയെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഒരു ദിവസം പോലും നോബി സമ്മതിച്ചിരുന്നില്ല. നിരന്തരമായിട്ട് ഫോണിലൂടെ വാട്സാപ്പിലൂടെയൊക്കെ വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ചില സന്ദേശങ്ങളൊക്കെ പിതാവ് പുറത്തുവിട്ടിരിക്കുകയാണ്. സ്വർണത്തിനും പണത്തിനും വേണ്ടി ആരെയും എന്തും ചെയ്യും എന്നുള്ള ആൾക്കാരായിരുന്നു നോബിയും ബോബി ചേരിയിലും നോബിയുടെ ഭവനത്തിലുള്ള മറ്റുള്ളവരും. അതുകൊണ്ട് തന്നെ ഷൈനിയും കുഞ്ഞുങ്ങളെയും ഒരു വിധത്തിലും സ്നേഹിക്കുകയോ പരിഗണിക്കുകയോ ചെയ്തിരുന്നില്ല. പല സമയങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഷൈനിയെ വളരെയധികം മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിടുന്ന സ്വഭാവമായിരുന്നു നോബിക്ക്. ഫോൺ സംഭാഷണങ്ങളിൽ നിന്നും അത് തന്നെയാണ് വ്യക്തമാകുന്നത്. സ്വർണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും, പണയം വച്ചിരിക്കുന്ന ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടും, ലോണിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും സാമ്പത്തികമായിട്ട് ഭദ്രതയില്ലാതിരുന്ന ഷൈനിയെ വളരെ വേദനിപ്പിച്ചിരുന്നു. തനിക്കും കുഞ്ഞുങ്ങൾക്കും ജീവിക്കാനുള്ള പണമാണ് ബാങ്കുകാർക്ക് കൊടുക്കുന്നതെന്നുള്ള നിരന്തരമായിട്ടുള്ള സംഭാഷണങ്ങൾ. സ്വർണം എടുത്തു തന്നാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ നീ എന്നാന്ന് വെച്ചാൽ ചെയ്തോണം. പണത്തിന് വേണ്ടിയിട്ട്, സ്വർണത്തിന് വേണ്ടിയിട്ട് ഷൈനിയെ എന്തും ചെയ്യുമെന്നുള്ള ഒരു സ്വഭാവക്കാരനായിരുന്നു നോബി. പല സമയങ്ങളിലും നോബി സാമ്പത്തികമായിട്ട് ജോലിയുണ്ട്, സാമ്പത്തിക ഭദ്രതയുണ്ട്. എന്നിരുന്നാലും ഷൈനിയെ കൂടി മാനസികമായിട്ട് അധികം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വർണവും പണവുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത് പോലുള്ള സംസാരം, നാട്ടുകാരെയാണ് താൻ നോക്കുന്നത് എന്നുള്ള ഒരു സംഭാഷണം പോലെയാണ് സ്വന്തം കുഞ്ഞുങ്ങളെയും ഭാര്യയും നോക്കുന്നതിൽ കണക്ക് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോയിരുന്ന നോബി. സാമ്പത്തിക ഭദ്രതയുണ്ടെന്ന് പറയുമ്പോഴും കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തിട്ടായിരുന്നു നോബിയുടെ പിതാവിനെ ഷൈനി സംരക്ഷിക്കേണ്ടി വന്നത്. അവരുടെ ഭവനത്തിൻ്റെ പണിക്കൊക്കെ വേണ്ടി പുറത്തുനിന്നും ഷൈനിയെ കൊണ്ട് ലോൺ എടുപ്പിക്കുന്ന സ്വഭാവവും നോബിക്കുണ്ടായിരുന്നു. പണം തിരിച്ചടയ്ക്കാതെ അവിടെയും ഷൈനിയെ മാനസികമായിട്ട് വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞുങ്ങളെ ഭാര്യയും സംരക്ഷിക്കുക എന്നുള്ള സ്വഭാവക്കാരനല്ല, എങ്ങനെയും ധൂർത്തടിച്ച് നടക്കുക. കുടുംബത്തിലുള്ളവരെ സംരക്ഷിക്കേണ്ടത് ഷൈനയുടെ ഉത്തരവാദിത്തമായിട്ടാണ് നോബി കരുതിയിരുന്നത്. നോബി എന്ന വ്യക്തിക്കുള്ള ജോലിയും അതിൽ നിന്ന് കിട്ടുന്ന പണവും എവിടെ പോയി എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കാൻ താല്പര്യമില്ലാതെ, സ്വന്തം ഭാര്യയോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമില്ലാതെ ഇയാൾ പിന്നെ എന്തൊക്കെയായിരിക്കും കാട്ടിക്കൂട്ടിയിട്ടുണ്ടാവുക. സ്വന്തം ഭവനത്തിലേക്ക് മാത്രം, അപ്പൻ്റെയും അമ്മയുടെയും ചിലവുകൾക്ക് വേണ്ടി മാത്രം പണം ചിലവഴിച്ചാണോ ഇയാൾ കഴിഞ്ഞിരുന്നതെന്ന് പോലെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും നിരന്തരമായിട്ട് ഫോൺ വിളിച്ചുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും ബാങ്ക് ലോണുകളുടെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഷൈനിയെ മാനസികമായിട്ട് ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. ആ ഫോൺ സംഭാഷണങ്ങളിൽ നിന്ന്, വാട്സാപ്പ് മെസ്സേജുകളിൽ നിന്ന് അതൊക്കെയാണ് വ്യക്തമാകുന്നത്. ഇത്രയധികം മാനസികമായിട്ട് പീഡിപ്പിക്കുവാൻ എന്ത് അപരാധമായിരുന്നു ആ ഭാര്യയും ആ കുഞ്ഞുങ്ങളും, ഷൈനിയും കുഞ്ഞുങ്ങളും ഇയാളോട് ചെയ്തിരുന്നത്? ഇത്ര നരാധവന്മാരുടെ പിടിയിലായി പോയതല്ലേ തെറ്റായിപ്പോയത്? നീതി കിട്ടുക തന്നെ വേണം.